ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് രാവിലെ ഭയങ്കര മടി തോന്നുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയാണിത്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കുവാനായി ഞാനിപ്പോൾ ഇവിടെ 4 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെ തൊലിയും ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ അതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി 250 ml 2 കപ്പ് മൈദയാണ് ഞാൻ ആകെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ 1 കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് മല്ലിയിലയും ചേർത്ത് അതിലോട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തത് കൊണ്ടാണ് ഇത്രയും പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കിഴങ്ങിനനുസരിച്ച് വേണം പൊടി ചേർത്ത് കൊടുക്കുവാൻ. ഇനി ബാക്കി പൊടി ചേർക്കുന്നത് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ കുഴച്ച് അതിൻ്റെ കറക്റ്റ് പരുവത്തിന് ആക്കിയെടുക്കണം. ഒറ്റയടിക്ക് മുഴുവൻ പൊടിയും ചേർത്ത് കുഴക്കരുത്. അപ്പോൾ മാവ് ടൈറ്റായി പോവാൻ സാധ്യതയുണ്ട്. അത് കുഴച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ചില്ലി ഫ്ലക്സും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ ഉടച്ചെടുത്ത ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ നനവിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ എനിക്ക് ആ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് കഴിക്കുവാനായി പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമൊന്നും ഇല്ല. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കറിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചിക്കനാണ്. 1 കിലോ ചിക്കനാണ് ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് മീഡിയം വലുപ്പത്തിലുള്ള 3 സവാള, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 പച്ചമുളകും ഇതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കുക്കറിൽ ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതും അല്പം വെള്ളവും ചേർത്ത് ഇതൊന്ന് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതെല്ലാം കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുത്താൽ നമുക്ക് ഇത് നല്ല ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാണ് ഇതെല്ലാം ആദ്യം വേവിച്ചെടുക്കുന്നത്. പിന്നീട് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിലോട്ട് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. ഇപ്പോൾ വളരെ സിമ്പിളായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ്, ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോരോ ഉരുളകളായി മുറിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഓരോരോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. 7 ഉരുളകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇനി സാധാരണ നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന അതേ രീതിയിൽ അല്പം പൊടി വിതറി കൊടുത്ത ശേഷം വെച്ച് കൊടുത്ത് പരത്തി കൊടുക്കുക. മുകളിലും താഴെയും പൊടി ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പൊടി തട്ടി കൊടുക്കണം. എന്നാലേ അത് ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയുള്ളൂ. ഇങ്ങനെ മുകളിലും അടിയിലും ഇടയ്ക്കിടെ കുറേശ്ശെ പൊടിയിട്ട് പരത്തി കൊടുത്താൽ നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ പരത്തിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ ആ കറക്റ്റ് രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കുവാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം
അതിലോട്ട് ഇട്ട് കൊടുത്ത് അല്പം നെയ്യോ വെളിച്ചെണ്ണയോ എന്തായാലും ഒന്ന് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറിച്ചിട്ടതിന് ശേഷവും എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മറിച്ചും തിരിച്ചും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം ചുട്ടെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് എണ്ണ പുരട്ടി കൊടുക്കുന്നത് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചുകൊണ്ട് വേണം ഇത് ചുട്ടെടുക്കുവാൻ. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അത്രക്കും ടേസ്റ്റുള്ള നല്ലൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. മല്ലിയിലയും ഉരുളൻകിഴങ്ങും ചില്ലി ഫ്ലക്സും എല്ലാം ചേർത്ത് കുഴച്ച് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് ഇതിന് വളരെയേറെ ടേസ്റ്റാണ്. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പോഴിതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതുപോലെ ഞാൻ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കഴിക്കാൻ ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. അത്രക്കും ടേസ്റ്റുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.